ഹായ്, ഇന്നത്തെ വിളവെടുപ്പ് കണ്ടാലോ? അപ്പം വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് തന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം തയ്യാറാക്കാമെന്നോർത്ത്. അപ്പോൾ കോവയ്ക്ക ഉണ്ടായിരുന്നു ഒത്തിരി പറിച്ചെടുക്കാൻ. അപ്പോൾ അത് പറിക്കുവാണ്. ഇങ്ങനെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറിയൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയല്ലേ അല്ലേ? അങ്ങനെ വഴുതനങ്ങയും കോവയ്ക്കയൊക്കെ പറിച്ച് വന്നപ്പോൾ മൾബറി കിട്ടി കുറച്ച്. അത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കയറി വന്നതാണ് മുറ്റത്തുനിന്ന്. കളറ് കണ്ടോ അതിൻ്റെ? പിന്നെ ബ്രോക്കോളി ഉണ്ടായിരുന്നു അല്പം, അതൊക്കെ വെട്ടിയെടുക്കുവാണ്. കേടാകാൻ തുടങ്ങിയായിരുന്നു, മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട്. അങ്ങനെ 3 മൂട് വലിയതാ ഉണ്ടായിരുന്നു, അത് വെട്ടിയെടുക്കുവാണ്. അപ്പോൾ ഉണ്ട് മുകളിൽ കൂടെ ഒരു പരുന്തി ഇങ്ങനെ പറക്കുന്നു. ഈ വല കെട്ടിയത് പയറിട്ടിട്ടുണ്ട്. എന്നിപ്പം പയർ കയറ്റി വിടാൻ വേണ്ടിയാണ്. പിന്നെ കുറച്ച് കുട്ടി തക്കാളി ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചെടുക്കുവാണ്. മൊത്തം പഴുത്ത്. അതിനിടയിൽ ഒരു വലിയ തക്കാളി ഇപ്പോൾ ഉണ്ടായിരുന്നു, അതും പറിച്ചെടുത്ത്. ഇതിന് ഗുണങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. ഇവിടെ ഒത്തിരി ഉണ്ട്, പറമ്പിൽ ഒത്തിരി ഉണ്ട് ഇത്. അങ്ങനെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. കുറച്ച് തക്കാളിയും 3 മൂട് ബ്രോക്കോളിയും കോവയ്ക്കൊക്കെ ഇതായി. ഇനി ഉച്ചക്കത്തേന് കറി വെക്കാൻ വേണ്ടി മീൻ മേടിച്ചായിരുന്നേ. മീനൊക്കെ വെട്ടി കറി വെക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോഴാണ് എണ്ണയ്ക്ക് ചെറിയൊരു കനപ്പ് മണം. അപ്പം യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് എണ്ണയിലോട്ട് ഗ്രാമ്പും കുരുമുളകൊക്കെ ഇട്ട് കാച്ചിയെടുത്താൽ മണം പോകുന്നു. അങ്ങനെ എടുത്ത് ഇപ്പം നല്ല ഇതായേ. അങ്ങനെ കറി വെക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ചതച്ച് അങ്ങനെയാണ് ഞാൻ കറി വെക്കുന്നത്. മിക്സിയിലൊന്ന് കറക്കിയിട്ട് അതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കൊടുത്ത് അതിനകത്തോട്ട് കുട്ടിത്തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല കൊഴുപ്പുണ്ട്. അങ്ങനെ അതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് പുളിവെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് തിളച്ചൊരു മീനിട്ട് കൊടുക്കുവാണ്. അല്പം കറിവേപ്പിലയൊക്കെ ഇട്ട് ഇനി അടച്ച് വെക്കുവാണ്. മീൻ കറി ഇങ്ങനെ സെറ്റായി. ഇനി ബ്രോക്കോളിയാണ് ഇന്ന് തോരൻ വെക്കുന്നതിനായിട്ട് ചതയ്ക്കാൻ കാന്താരിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ജീരകമൊക്കെ ചേർത്ത് ചതച്ച് എണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് ബ്രോക്കോളി അതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുവാണ്, ചെറുതായി അരിഞ്ഞത്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം. ഇനി മീൻ പൊരിക്കാൻ വേണ്ടി വെച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.